بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي باب ما جاء في لباس رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിബാസുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. حدثنا سويد بن نصر قال حدثنا عبد الله بن المبارك عن سعيد بن إياس الجريري عن أبي نضرة عن أبي سعيد الخدري رضي الله عنه قال كان رسول الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു ഇദസ്തജദ്ദ സൗബൻ സൗബൻ ഒരു വസ്ത്രത്തെ ഒരു പുതുവസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ പുതുവസ്ത്രം ഒരു പുതിയൊരു വസ്ത്രം ഉണ്ടാക്കി പുതിയൊരു വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ സമ്മാഹു ബിസ്മിഹി അതിന്റെ പേര് പറയും ഇമാമത്തൻ ഔ ഖമീസൻ ഔ രിദാൻ തലപ്പാവാണെങ്കിൽ തലപ്പാവ് ഖമീസ് അല്ലെങ്കിൽ മേൽത്തട്ടം അങ്ങനെ സുമ്മ യഖൂലു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ വസ്ത്രം അണിയുമ്പോൾ ദുആ ചെയ്യും اللهم لك الحمد كما كسوتنيه أسألك خيره وخير ما صنع له وأعوذ بك من شره وشر ما صنع له ഇങ്ങനെ എന്താവും പറയും اللهم لك الحمد പുതിയ വസ്ത്രം അണിയുമ്പോഴുള്ള ദുആയാണത് اللهم لك الحمد നിനക്കാണ് സർവസ്തുതിയും كما كسوتنيه നീ എനിക്ക് എന്താണ് ഈ വസ്ത്രം ധരിപ്പിച്ചതിന് വേണ്ടി അസ്അലുക ഞാൻ എന്നോട് ചോദിക്കുന്നു ഖൈറഹു ഇതിന്റെ നന്മയെ ഖൈറ മാ സുനിഅ ലഹു ഇതൊന്നിനൊക്കെ വേണ്ടി നിർമ്മിക്കപ്പെട്ടോ അതിന്റെയൊക്കെ നന്മയെ ഞാൻ ചോദിക്കുന്നു വഅഊദു ബിക മിൻ ശർരിഹി ഈ വസ്ത്രത്തിന്റെ ഷർറിൽ നിന്ന് തിന്മയെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നിന്നെ കൊണ്ട് ശദിമാ സുനിഅ ലഹു ഇത് നിർമ്മിച്ചതിലുള്ള തിന്മയും എനിക്ക് ഏൽക്കാതിരിക്കാൻ ഞാൻ നിന്നോട് എന്താകുന്നു കാവൽ ചോദിക്കുന്നു. ഇതാണ് ഹദീസ്, ഇതാണ് ദിക്ർ. حدثنا هشام بن يوسف يونس الكوفي قال حدثنا القاسم بن مالك المزني عن الجريري عن أبي نضرة عن أبي سعيد الخدري عن النبي صلى الله عليه وسلم ഇതേപോലെ തന്നെ വേറൊരു റിവായത്തുണ്ട് എന്നർത്ഥം. حدثنا محمد بن بشار قال حدثنا معاذ بن هشام قال حدثني أبي عن قتادة عن أنس بن مالك رضي الله عنه عن أنس بن مالك أنس തങ്ങളെ തൊട്ട് റിപ്പോർട്ട് قال അദ്ദേഹം പറയുന്നു كان أحب الثياب إلى رسول الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം യൽബസുൽ ഹിബറ അവിടെ നിന്ന് ധരിക്കുന്ന എന്താണ് ഹിബറത്ത് വസ്ത്രമാണ്. ഹിബറത്ത് നല്ല കോട്ടന്റെ പരുത്തി വസ്ത്രമായിരുന്നു. മേഡ് ഇൻ യമനിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു തരം അലങ്കരിച്ച ഒരു പരുത്തി കൊണ്ടുള്ള വസ്ത്രമാണ്. എന്ത് വളരെ സിമ്പിളാണ് ശരീരത്തിന്. അപ്പൊ നബിതങ്ങൾക്ക് അത് വലിയ ഇഷ്ടമാണ്. ഹിബറ വസ്ത്രം, അങ്ങനെ തന്നെ പേര് പറയാം, ഹിബറ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. حدثنا محمود بن غيلان قال حدثنا عبد الرزاق قال حدثنا سفيان عن عون بن أبي جحيفة عن أبيه قال رأيت النبي النبي صلى الله عليه وسلم തങ്ങളെ കണ്ടു وعليه حلة حمراء അവിടുത്തെ മേൽ എന്തുണ്ട് ഇളം ചുവപ്പ് കളർ ഹംറാവ് ഷർഹിലൊക്കെ കാണാം. ഇളം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം അതിന്റെ രൂപത്തിൽ ഞാൻ നബിതങ്ങളെ കണ്ടു. കന്നി അൻദുറു ഇലാ ബരീഖി സാഖൈഹി കന്നി അൻദുറു ഞാൻ ഇപ്പോഴും ആ നബിതങ്ങളുടെ കണങ്കാലിലേക്ക് നോക്കുന്നത് പോലെയുണ്ട്. ഖാല സുഫിയാൻ തങ്ങൾ പറഞ്ഞു ഉറാഹ ഹിബ്റത്തൻ. അപ്പൊ അതേതാണ്? അതിന് ഞാൻ മനസ്സിലാക്കപ്പെട്ടത് ഹിബറത്ത്, അതും ഹിബറ വസ്ത്രമായിട്ടാണ്. ഈ ഹുല്ലത്തുൻ ഹംറ എന്ന് പറഞ്ഞാലേ അപ്പൊ ഇപ്പോഴും ഓർമ്മ ഉണ്ട്, ഇപ്പോഴും
അതാണ് കന്നി അൻദുറു ഇലാ ബരീഖി സാഖൈഹി. ഞാൻ ഇപ്പോഴും നബിതങ്ങളുടെ ആ ബരീഖു സാഖ് എന്ന് പറഞ്ഞാൽ എന്താ, കണങ്കാല്, ആ കണങ്കാലിലേക്ക് ഇങ്ങനെ നോക്കുന്ന പോലെ ഉണ്ട് നബിതങ്ങൾ ആ വസ്ത്രമൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് എന്നർത്ഥം. حدثنا علي بن خشرم قال حدثنا عيسى بن يونس عن إسرائيل عن أبي إسحاق عن البراء بن عازب رضي الله عنه قال ما رأيت أحدا, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, മിനന്നാസി ജനങ്ങളെയും, അഹ്സൻ ഏറ്റവും ഭംഗിയുള്ളതായിട്ട്, ഫി ഹുല്ലത്തിൻ ഹംറ ചുവന്ന വസ്ത്രമണിഞ്ഞുകൊണ്ട്, മിർ റസൂലില്ല ആരെക്കാൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ചുവപ്പ് വസ്ത്രമണിഞ്ഞ് നല്ല സുമുഖനായ രൂപത്തിൽ നബിതങ്ങളെ അല്ലാതെ ഞാൻ വേറെ ആളെയും കണ്ടിട്ടില്ല. ഇൻകാനത്ത് ജുമ്മത്തുഹു അവിടുത്തെ മുടി ലതദ്രിബു ഖരീബൻ മിൻ മൻകിബൈഹി ഇരു ചുമലുകളോട് അടുത്ത രൂപത്തിലായിരുന്നു. ഇരു ചുമലുകളുടെ ഭാഗത്തേക്ക് അല്പം അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. പിന്നെ حدثنا محمد بن بشار قال حدثنا عبد الرحمن بن مهدي قال حدثنا عبيد الله ابن إياد عن أبيه عن نبي رضي الله عنه قال رأيت النبي, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, വഅലൈഹി അവിടുത്തെ മേൽ ശരീരത്തിലുണ്ടായിരുന്നു, ബുർദാനി അഖ്ലറാൻ രണ്ട് പച്ച പുതപ്പുകൾ. മനസ്സിലായില്ലേ? രൂപങ്ങൾ എന്താകുക, ജമാലുൽ ഹൈഅത്തി യകൂനു താറത്തൻ മഹ്മൂദൻ. നമ്മൾ നല്ല വസ്ത്രം അണിയാന്ന് പറഞ്ഞാൽ ചിലപ്പോ നല്ലതാണ്, ചിലപ്പോ മോശമായിരിക്കും. എപ്പോ മോശം? നമ്മൾ നല്ല വസ്ത്രം അണിയത് അള്ളാഹുവിന്റെ താഴത്തിലായിട്ടാണ്. ഒരു ഉസ്താദ് നല്ല ഹൈബത്തില് പ്രകടമാവണം എവിടെ, ഖുത്ബ ഓതാൻ വരുമ്പോ. അപ്പൊ നല്ല കോട്ടും തലപ്പാവും അതിന്റെ മുകളിൽ തൈലഫാനൊക്കെ ഇട്ട് വന്നാൽ കുഴപ്പമൊന്നുമില്ല, അത് മഹ്മൂദാണ്. അതേസമയം ഞാൻ വലിയ ആളായിട്ട് എന്നിട്ട് സംഭവമായിട്ട് നനം വിചാരിച്ചിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലോ അത് മദ്മൂമായി. ജമാലുൽ ഹയ്യത്തി നല്ല രൂപം, നല്ല തലപ്പാവ് ധരിക്കണം, നല്ല തലക്കെട്ട് ഇങ്ങനെ തട്ടൊക്കെ കുറെ 5-8 തട്ടൊക്കെ ഉള്ള അതൊക്കെ ഇരിക്കണം, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. യമനി പാരമ്പര്യം അനുസരിച്ചുള്ള തലക്കെട്ടാണ് ഇത്. അതിനൊക്കെ കരുതി കെട്ടാണെങ്കിൽ മഹ്മൂദാവും. അതേസമയം സ്റ്റൈലിന് വേണ്ടി എന്ന് കരുതി എന്തായി പോയി, മദ്മൂമായി. അതാണ് ഷറഹിലൊക്കെ കാണാം. ഇത് പറയുമ്പോ റസൂൽ പച്ചപ്പതപ്പല്ലിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്നാ കളറെല്ലാം മാറ്റിയിട്ട് ഇടുന്നു, ചോന ഇത് എന്നാ ഇത് റസൂലുള്ളാഹിക്ക് ഇതൊന്നും അറിയില്ലേ എന്നല്ല അങ്ങനെ ചിന്തിച്ചു പോകരുത്. റസൂലുള്ളാഹി ഓരോന്നും ധരിക്കുമ്പോഴും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? വെള്ള തന്നെ എപ്പോഴും ധരിച്ചാൽ നമ്മൾ എപ്പോഴും എന്താണ്ടി വരും, വെള്ള ധരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? പാടത്ത് കൊത്താൻ പോകുമ്പോൾ നമ്മൾ വെള്ള ധരിക്കേണ്ടി വരും. അപ്പൊ ഉമ്മത്തിനോടുള്ള കാരുണ്യം കാരണമായിട്ടാണ് റസൂൽ എപ്പോഴും വെള്ള ധരിക്കാതിരുന്നത്. റസൂൽ വെള്ള ധരിച്ചാൽ ചിലപ്പോൾ നമുക്ക് നിർബന്ധമാവും, നമ്മളത് തന്നെ ധരിക്കേണ്ടി വരും. എപ്പോഴും വെള്ള ധരിച്ചാൽ. അടുത്തതാ حدثنا عبد بن حميد قال حدثنا عفان بن مسلم قال حدثنا عبد الله بن حسان العنبري عن جدتيه, അവരുടെ രണ്ട് വല്ലുമ്മമാരെ തൊട്ട് റിപ്പോർട്ട്. ആരൊക്കെയാണ് വല്ലുമ്മമാർ? ദുഹൈബ വ ഉലൈബ എന്ന് പറയുന്ന നല്ല രണ്ട് പേരുകൾ. ആരെങ്കിലും പേര് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക. ദുഹൈബ, ഉലൈബ. ഹദീസിന്റെ റാവിമാരാണല്ലോ. ദുഹൈബ, ഉലൈബ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? ബർക്കത്തുള്ള പേരുകളുമാണ്. അൻ ഖൈല, പുതിയൊരു പേര്, ഖൈല ബിൻതി മഖ്റമ, മഖ്റമയുടെ മകളായ ഖൈലയെ തൊട്ട് റിപ്പോർട്ട്. ഖാലത്ത് മഹദി പറയുന്നു, റഅയ്തു നബിയ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. വഅലൈഹി അവിടുത്തെ മേൽ ഉണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു? അസ്മാലു മുലയ്യത്തൈനി കാനതാ ബിസഅഫറാന, കുങ്കുമ കളറുള്ള രണ്ട് പഴയ വസ്ത്രങ്ങൾ ധരിച്ചതായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. ഉസ്മാൻ പഴയ ദ്രവിച്ച വസ്ത്രങ്ങൾ, മുലയ്യത്തൈന് ദ്രവിച്ച, രണ്ടും ബിസഅഫറാൻ, എന്തുകൊണ്ടുള്ളതാ? ബിസഅഫറാനാണ് നല്ലത് കേട്ടാ, മുൻസരിഫായി. വഖദ് നഫളതുഹു, അതിന്റെ നിറമൊക്കെ മങ്ങിയിരുന്നു. നഫള എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം എന്താ? നിറം മങ്ങിയിരുന്നു. റസൂൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിൽ ഹദീസി, ഈ ഹദീസിൽ ഉണ്ട്
ഖിസ്വത്തുൻ തവീല, ദീർഘമായ കഥയുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഇവിടെ എന്തായത് കൊടുക്കുന്നത്. حدثنا قتيبة بن سعيد قال حدثنا بشر بن المفضل عن عبد الله بن عثمان ابن خثيم عن سعيد بن جبير عن ابن عباس رضي الله عنهم قال അദ്ദേഹം പറയുന്നു قال رسول الله അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അലൈക്കും ബിൽ ബയാദി മിനത് തയ്യാബ്, നിങ്ങൾ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളയെ നിർബന്ധമാക്കുക. ലിയൽബിസ്ഹാ അഹ്യാഉക്കും, നിങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർ അത് ധരിച്ചു കൊള്ളട്ടെ. കഫിനു ഫിഹാ, ആ വെള്ള വസ്ത്രത്തിൽ കഫം ചെയ്യട്ടെ. മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ. കാരണം എന്താ? ഫഇന്നഹാ, ആ വെള്ളയാണ് മിൻ ഖൈരി സിയാബിക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം. എന്തേ കാരണം? വെള്ള ഇതാകാൻ കാരണം എന്താ? പല കാരണങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും ലിമാദാ കാനത് അസ്സയാബുൽ അബ്യദ് അസ്സയാബുൽ ബൈദാ എന്താണ് അഫ്ളല? കാരണം നജസ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണും അല്ലേ? ഒരു ദുനിയാവിലുള്ള ഒരു കാരണം പറയാൻ നമുക്ക്. പിന്നെയോ വഹിയ സിയാബുൽ മലായിക, മലക്കുകളുടെ വസ്ത്രം ഏതാ? വെളുപ്പ. സിയാബു അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ വസ്ത്രമാണത്. 3 കാരണങ്ങൾ. ഒന്ന്, തൽഹറുൻ നജാസത്തു ഇദാ ലഹിഖത്തു ബിഹാ, നജസ് ചേർന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊന്ന്, അത് മലക്കുകളുടെ വസ്ത്രമാണ്. മറ്റൊന്ന്, സ്വർഗവാസികളുടെ വസ്ത്രമാണ്. പിന്നെ حدثنا محمد بن بشار قال حدثنا عبد الرحمن بن مهدي قال حدثنا سفيان عن حبيب بن أبي ثابت رضي الله عنه عن ميمون بن أبي شبيب عن سمرة بن جندب رضي الله عنه قال قال رسول الله നബി പറഞ്ഞു ഇൽബസു അൽ ബയാദ, നിങ്ങൾ വെളുപ്പിനെ ധരിക്കണേ. ഫഇന്നഹാ അത്ഹറു വഅത്യബു, അതാണ് ഏറ്റവും ശുദ്ധമായതും ഏറ്റവും നല്ലതും. ഫകഫിനു ഫിഹാ മൗതാക്കും, അതിൽ നിങ്ങൾ എന്താക്കണം? നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ കഫം ചെയ്യുകയും വേണം. حدثنا أحمد بن منيع قال حدثنا يحيى بن زكريا ابن أبي زائدة قال حدثنا أبي عن مصعب بن شيبة عن صفية بنت شيبة عن عائشة رضي الله عنها قالت മഹദി പറയുന്നു خرج رسول الله, അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെട്ടു. ദാത്ത ഗദാത്തിൻ, ഒരു പ്രഭാതത്തിൽ. വഅലൈഹി, അവിടുത്തെ മേലിലുണ്ട് മിർത്തും മിൻ ശഅരിൻ അസ്വദാ, മിർത്ത് എന്ന് പറഞ്ഞ വീതിയുള്ള വസ്ത്രം. മിൻ ശഅരിൻ അസ്വദ, കറുത്ത രോമം കൊണ്ടുള്ള ഒരു വീതിയുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. സ്വല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ്. حدثنا يوسف بن عيسى قال حدثنا وكيع قال حدثنا يونس بن أبي إسحاق عن أبيه عن الشعبي عن عروة بن المغيرة بن شعبة عن أبيه أن النبي صلى الله عليه وسلم الله عند حبيب لبس جبة رومية, റോമിൽ നിന്ന് നിർമ്മിച്ചതായ ഒരു ജുബ്ബയെ ധരിച്ചു. വയ്യിഖതൽ കുമ്മൈനി, കഫ് എന്താ? ഇടുങ്ങിയതായ. അപ്പൊ ഇടുങ്ങിയ കപ്പുള്ള റോം നിർമ്മിതമായ ഒരു ജുബ്ബ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി ധരിച്ചിരുന്നു. നബിയുടെ വസ്ത്രധാരണയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോ വ്യത്യസ്ത നിറത്തിലും കോലത്തിലുമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുണ്ടായിരുന്നു നമ്മൾ മനസ്സിലായില്ലേ? നമുക്കും സാഹചര്യത്തിനനുസരിച്ച് മാറാം. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ദീർഘദൂര യാത്രകളിൽ അത്രയും പ്രയാസപ്പെട്ട് നമ്മൾ വെളുത്തത് ഇടാൻ പറ്റുമെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ നമുക്ക് അലക്കാനൊക്കെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാന്യമായ രൂപത്തിൽ എന്താവാ കളറൊക്കെ മാറ്റി പരീക്ഷിച്ചു നോക്കാം. അത് തെറ്റാണെന്നും പറയാൻ പറ്റൂല, മനസ്സിലായത്? എന്നാൽ ഏറ്റവും അഫ്ളൽ തന്നെ വൈറ്റ് തന്നെയാണ്. എല്ലാവർക്കും തർക്കമൊന്നുമില്ല, മനസ്സിലായില്ലേ?